ക്ഷേത്രങ്ങളിലെത്തി വിഗ്രഹത്തെ കണ്ടു തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് വിഗ്രഹം? വിശേഷാൽ വസ്തുവിൽ ഗ്രഹിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു രൂപത്തെ ഒരു വിഗ്രഹ രൂപത്തിൽ, ആ വിഗ്രഹം പലതരത്തിലുമുണ്ട്. കൃഷ്ണശില കൊണ്ടുള്ളതോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ തടി കൊണ്ടുള്ളതോ, വരച്ചുണ്ടാക്കിയതോ, മണ്ണുകൊണ്ടുണ്ടാക്കിയതോ, അല്ലെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ മുതലായ ലോഹങ്ങളിൽ ഉണ്ടാക്കിയതോ, അങ്ങനെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. ഈ വിഗ്രഹങ്ങളെല്ലാം നമ്മൾ കണ്ടു തൊഴുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഈശ്വര സാക്ഷാത്കാരമാണ്. നമ്മുടെ മനസ്സിലുള്ള ആ രൂപത്തെ നമ്മൾ വിഗ്രഹത്തിൽ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുമ്പോഴാണ് നാം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യവും വരുന്നത്. ഇവിടെ വിഗ്രഹങ്ങൾ ഏതു തന്നെയായിരുന്നാലും ഓരോ വിഗ്രഹത്തിനും അവിടെ ക്ഷേത്രത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട്, ഇല്ലെങ്കിൽ താന്ത്രിക വിധിപ്രകാരം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുമുണ്ട്. ഏത് വിഗ്രഹമായിരുന്നാലും നമ്മുടെ മനസ്സിലുള്ള ഈശ്വരീയ ഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ഭാവത്തെ ഉണർത്തുവാൻ ഉതകുന്നതാണ് ഓരോ ക്ഷേത്ര വിഗ്രഹങ്ങളും.